ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 5. നമ്മുടെ കഥാവിവരണം അയോധ്യാകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. അത് തുടങ്ങുന്നത് കിളിമകളോട് കഥ വീണ്ടും പറയാനുള്ള അഭ്യർത്ഥനയിലും ഉമാമഹേശ്വര സംവാദത്തിലുമാണ്. കഥ തുടർന്ന് കേൾക്കാനുള്ള ദേവിയുടെ ആഗ്രഹത്തിൽ മഹാദേവൻ ശ്രീരാമകഥ തുടരുകയാണ്. അത് തുടങ്ങുന്നത് നാരദ രാഘവ സംവാദത്തിൽ ആണ്. ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം നാരദൻ ശ്രീരാമനെ കാണാൻ എത്തിയിരിക്കുകയാണ്. ശ്രീരാമ അവതാര ഉദ്ദേശം നടത്താൻ സമയം ആയിരിക്കുന്നു. ഇത് രാമനെ അറിയിക്കാൻ ബ്രഹ്മാവ് പറഞ്ഞയച്ചതാണ് നാരദനെ. വന്ന കാര്യം ശ്രീരാമനെ നാരദൻ അറിയിച്ചു. മറുപടിയായി രാമൻ പറഞ്ഞു, ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നാളെ തന്നെ ഞാൻ കാനനത്തിലേക്ക് പുറപ്പെടുന്നതാണ്. രാവണ നിഗ്രഹവും താമസിക്കാതെ നടത്തും. നാരദന്റെ ശ്രീരാമസ്തുതിയോടെ ആ സംവാദം അവസാനിക്കുന്നു. അയോധ്യയ്ക്ക് അടുത്ത ആഘോഷത്തിനുള്ള സമയമായെന്ന് തോന്നുന്നു. അവിടെ ദശരഥനും വസിഷ്ഠമുനിയും ശ്രീരാമന്റെ രാജാഭിഷേകം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങാമെന്ന് വസിഷ്ഠനോട് പറയുന്നു. രാജാഭിഷേകത്തിനായി കരുതി വെക്കേണ്ട സാധനങ്ങളെക്കുറിച്ചും ക്ഷണിക്കേണ്ട അതിഥികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. ഈ വിവരം ശ്രീരാമനെ അറിയിക്കാനുള്ള ചുമതലയും ദശരഥൻ വസിഷ്ഠനെ ഏൽപ്പിക്കുന്നു. രാമാഭിഷേകത്തിന് ഒരുക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് സുമന്ത്രരോട് പറഞ്ഞേൽപ്പിച്ച് വസിഷ്ഠൻ ശ്രീരാമനെ കാണാനായി പോകുന്നു. വസിഷ്ഠരെ കണ്ട ശ്രീരാമനും സീതാദേവിയും അദ്ദേഹത്തെ വണങ്ങി ആനയിച്ചിരുത്തുന്നു. ആഗമനോദ്ദേശം എന്താണെന്ന് ചോദിച്ച ശ്രീരാമനോട് വസിഷ്ഠൻ പറഞ്ഞു, നാളെ നിന്റെ പട്ടാഭിഷേകമാണ്. ഇന്ന് നിങ്ങൾ ഉപവാസം അനുഷ്ഠിക്കണം. നാളെ നിന്നെ വന്ന് ഒരുക്കി പട്ടാഭിഷേകത്തിന് കൊണ്ടുപോകുന്നതാണ്. ഇതും പറഞ്ഞ് വസിഷ്ഠൻ അവിടെ നിന്ന് യാത്രയായി. വസിഷ്ഠൻ നേരെ ചെല്ലുന്നത് കൗസല്യയെയും സുമിത്രയെയും ഈ സന്തോഷം അറിയിക്കാനാണ്. വിശേഷം അറിഞ്ഞ കൗസല്യ എല്ലാം മംഗളമായി നടക്കാനായി മഹാദേവിയെ വണങ്ങി പൂജിച്ചു. ഈ വിശേഷങ്ങൾ ഒന്നും തന്നെ അറിയാതിരിക്കുന്ന കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് തോഴി മന്ദര എത്തുകയാണ്. കൈകേയി മന്ദരയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഈ വാദ്യാഘോഷങ്ങളും ഒരുക്കങ്ങളുമെല്ലാം? ഉടൻ മന്ദര പറഞ്ഞു, നീ ഈ അന്തഃപുരത്തിൽ ഒന്നും അറിയാതെ ഈ ഭംഗിയും നോക്കിയിരുന്നോളൂ. നാളെ മുതൽ നീ കൗസല്യയുടെ ദാസിയായി മാറാൻ പോവുകയാണ്. മാത്രമല്ല, ഭരതൻ നാളെ മുതൽ ശ്രീരാമന്റെ കാൽക്കലായിരിക്കും. എന്താണ് വിഷയമെന്ന് കൈകേയി ചോദിക്കുന്നു. മന്ദര പറഞ്ഞു, നാളെ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നിന്റെ കാര്യം ആലോചിച്ചാണ് എന്റെ സങ്കടം. ഇത് കേട്ട് കൈകേയി ചോദിച്ചു, അതുകൊണ്ടെന്താണ്? ശ്രീരാമൻ എനിക്ക് ഭരതനെ പോലെയാണ്. അവനും ഞാൻ അമ്മ തന്നെയാണ്. ഉത്തമനായ രാജാവാകാനുള്ള സകല ഗുണങ്ങളും അവനുണ്ട്. അതിന് മറുപടിയായി മന്ദര ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സുരാസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ദശരഥൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. കൂടെ കൈകേയിയും പോകുന്നുണ്ട്. യുദ്ധത്തിനിടയിൽ ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ കീലം അഴിഞ്ഞു പോകുന്നു. കൈകേയി തന്റെ ചെറുവിരൽ ആ കീലത്തിന്റെ സ്ഥാനത്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ ആ യുദ്ധം ദേവന്മാർ വിജയിച്ചു. യുദ്ധത്തിൽ തന്നെ സഹായിച്ച കൈകേയിക്ക് 2 വരം ചോദിക്കാനുള്ള അനുവാദം ദശരഥൻ നൽകുന്നു. കൈകേയി പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ ആ വരം ചോദിച്ചോളാം. ആ വരം നീ ഇപ്പോൾ ചോദിക്കണമെന്ന് മന്ദര പറയുകയാണ്. മന്ദരയുടെ വാക്കുകൾ കേട്ട കൈകേയി ദശരഥന്റെ വരവിനായി കാത്തിരുന്നു. ദശരഥൻ പട്ടാഭിഷേക വാർത്ത അറിയിക്കാനായി കൈകേയിയുടെ അന്തപുരത്തിലെത്തിയപ്പോൾ കാണുന്നത് കരഞ്ഞു തളർന്നു കിടക്കുന്ന കൈകേയിയാണ്. വിഷമത്തിന്റെ കാരണം ചോദിച്ച ദശരഥനോട് കൈകേയി പറഞ്ഞു, അങ്ങ് പണ്ട് എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്. ആ വരങ്ങൾ എനിക്ക് ഇപ്പോൾ വേണം. ദശരഥൻ പറഞ്ഞു, ചോദിച്ചോളൂ, എന്ത് വരമാണ് ഞാൻ സാധിച്ചു തരേണ്ടത്? ഉടൻ കൈകേയി പറഞ്ഞു, എന്റെ മകൻ ഭരതൻ ഈ രാജ്യം വാഴണം. ശ്രീരാമൻ 14 വർഷം കാനനവാസത്തിൽ പോകണം. ഇത് കേട്ട ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു. മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന ദശരഥൻ കൈകേയിയോട് ചോദിച്ചു, രാമൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഭരതനെ ഞാൻ രാജാവായി വാഴിക്കാം. ശ്രീരാമൻ വനത്തിൽ പോകണമെന്നുണ്ടോ? എത്ര പറഞ്ഞിട്ടും കൈകേയിയുടെ ആവശ്യത്തിന് മാറ്റമൊന്നുമില്ല. എന്നാൽ ഇതൊന്നും അറിയാതെ പ്രജകളെല്ലാം ശ്രീരാമ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങുകയാണ്. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഹരേ രാമ ഹരേ രാമ.